ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. അങ്ങനെ നമ്മൾ നവംബറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടോ. അപ്പോൾ 2025 PSC നടത്തിയിട്ടുള്ള മലയാളം ലാംഗ്വേജിലുള്ള ജനറൽ PSC എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഡിസംബറിലൂടെ നോക്കാനുള്ളൂ. അതുകൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു 2025 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 167/2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഉർവശി ഭട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ ഏതാണ്? ഉർവശി ഭട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏതു ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എന്താണ്? ഓപ്ഷൻ സി, ഇന്ത്യ വിഭജനാണ് കേട്ടോ. ഇന്ത്യ വിഭജനത്തെ പറ്റി പറയുന്ന ഒരു കൃതിയാണ് ഏത്? നിശബ്ദതയുടെ മറുവശം. ആരാണ് എഴുതിയിട്ടുള്ളത്? ഉർവശി ഭട്ടാലിയ. നെക്സ്റ്റ്, താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ളവർ ആരെല്ലാം എന്നാണ് കേട്ടോ. അപ്പൊ അലങ്കരിച്ചിട്ടുള്ളവരാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ബി ആണ്. 1, 2, 3, 4 ഇവര് 4 പേരെന്താണ് ഈ ഒരു INCയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളവരാണ്. അപ്പൊ ജോർജ് യൂള്, ആനന്ദ മോഹൻ ബോസ്, മഹാത്മാഗാന്ധി, നെൽസൺ ഗുപ്ത. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1847 ഹെർമൻ ഗുണ്ടട്ട് ആരംഭിച്ച ദിനപത്രം അല്ലെങ്കിൽ പത്രങ്ങൾ ഏതെല്ലാം എന്നാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1ഉം 4ഉം എന്നാണ്. പശ്ചിമോദയവും അതുപോലെ രാജ്യസമാചാരവും. അപ്പൊ ഈ രണ്ട് പത്രങ്ങളും 1847 ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. പക്ഷെ ദീപിക ആരാണ്? ദീപിക എന്ന ദിനപത്രം ആരാണ്? നിതീരിക്കൽ മാണിക്കത്തനാരുടെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ലീഡർ 1909 ആരംഭിച്ചത്. ലീഡർ 1909 ആരംഭിച്ച പത്രമാണ്, ഇംഗ്ലീഷ് പത്രമാണ്. ആരാണ് സ്ഥാപിച്ചിട്ടുള്ളത്? INC, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്ന മദൻ മോഹൻ മാളവ്യ ആരംഭിച്ചിട്ടുള്ള പത്രമാണ് കേട്ടോ ലീഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചിത്രകാരൻ കൂടിയായ വ്യക്തി ആരാണെന്നാണ് കേട്ടോ. ഓക്കെ, ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. MR രാഘവ വാര്യറാണ്. അപ്പൊ ഏത് മേഖലയിലെ പ്രവർത്തനത്തിനാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടുന്നത്? വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കിയാണ് കേട്ടോ. അപ്പൊ 2025 പിന്നെ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചിത്രകാരൻ കൂടിയായ വ്യക്തിയാണ് MR രാഘവ വാര്യർ. ഫിഫ്ത് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏവാന്നാണ് കേട്ടോ. ഇവിടെ കൃതികളും അവരുടെ കർത്താക്കളെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ശരിയായ ജോഡികൾ ഏവാന്നാണ് ചോദിച്ചത്. ഇതിൽ ഓപ്ഷൻ എ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ബിൽഹന വിക്രമാംഗ ദേവചരിതം ശരിയായിട്ടുള്ളതാണ്. അതുപോലെ അതുല മൂഷക വംശ മഹാകാവ്യം, ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ഓപ്ഷനോ? വിഷ്ണു ശർമ്മ കഥാസരിത് സാഗരം എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ്? കഥാസരിത് സാഗരം രചിച്ചിട്ടുള്ളത് സോമദേവനാണ് കേട്ടോ. വിഷ്ണു ശർമ്മയല്ല, സോമദേവനാണ്. അതുപോലെ തന്നെ എന്താണ്? കൽഹണ ബുദ്ധചരിതം എന്ന് കൊടുത്തിട്ടുണ്ട്, അതും തെറ്റാണ്. അതായത് ബുദ്ധചരിതം എന്ന മഹാകാവ്യം രചിച്ചത് ആരാണ്? പ്രശസ്ത ബുദ്ധമത പണ്ഡിതനും കവിയൊക്കെ ആയിട്ടുള്ള അശ്വഘോഷനാണ് കേട്ടോ. അശ്വഘോഷനാണ് കൽഹണ രചിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഓപ്ഷൻ സി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടാണ്. നെക്സ്റ്റ്, ടോപ്പോഗ്രഫിക് മാപ്പുകളിലെ കോണ്ടൂർ രേഖകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് കേട്ടോ. അപ്പൊ കോണ്ടൂർ രേഖകളെ കുറിച്ചിട്ടുള്ള പ്രസ്താവനകളാണ്. അതിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് 1, 2 എന്നിവ മാത്രം. ഓക്കെ, ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണിവ. അതുപോലെ കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ അടുത്തടുത്ത് സ്ഥിതി ചെയ്താല് കുറവാണെങ്കിൽ അത് ചെങ്കുത്തായ ചരിവിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഈ രണ്ട് പ്രസ്താവനകളുമാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ്, കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ സംബന്ധിച്ച് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അവയെ ശരിയായ ക്രമത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എന്ന് ക്രമീകരിക്കാനാണ് കേട്ടോ. അപ്പൊ ഇത് ഡിസെൻഡിങ് ഓർഡറിലാണ്, കൂടുതലിൽ നിന്നും കുറവിലേക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള ക്രമം ഏതാണ്? ഓപ്ഷൻ എ ആണ്, മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പൊ ഏറ്റവും കൂടുതൽ ഭൂവിസ്തൃതി ഉള്ളത് മലനാട്, പിന്നെ ഇടനാട്, പിന്നെ തീരപ്രദേശം. നെക്സ്റ്റ്, ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് കേട്ടോ. ഓക്കെ, ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്.
ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തുറമുഖമാണ് കാണ്ട്ല എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള ഒരു സ്ഥാപനം കേട്ടോ. ബാക്കിയൊക്കെ ശരിയാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന തുറമുഖമാണ് മുംബൈ. രണ്ടാമത്തെ ഒരു നദീജന്യ തുറമുഖത്തിന് ഉദാഹരണമാണ് കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ആയം കൂടിയ തുറമുഖമാണ് വിശാഖപട്ടണം. അപ്പൊ ഈ 3 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. എന്താണ് കണ്ണിൽ എന്താണ് ഒരു ദീൻദയാൽ പോർട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അല്ലെ. ഈ ഒരു തുറമുഖം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ കിഴക്കൻ തീരത്തല്ല, എവിടെയാണ്? പടിഞ്ഞാറൻ തീരത്താണ് കേട്ടോ. ഗുജറാത്തിലെ കച്ച് മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതാണ് കണ്ട്ല. ഓക്കെ, ഇതിന്റെ മറ്റൊരു പേരെന്താണ്? ദീൻ ദയാൽ പോർട്ട്. ഓക്കെ. നെക്സ്റ്റ്, ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതെന്നാണ്. ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. കിഴക്കൻ തീരസമതലത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കൂടുതലാണെന്നുള്ളതാണ് തെറ്റിട്ടോ. ഇന്ത്യയിലെ ബാക്കി ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ശരിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണെന്നുള്ളതും ശരിയാണ്. ഹിമാലയത്തിലെ ഏറ്റവും തെക്കേയറ്റത്തുള്ള പർവ്വത നിരയാണ് സിവാലിക് എന്നുള്ളതും ശരിയാട്ടോ. 11ാമത്തത് ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെയും വിളകളെയും ശരിയായി യോജിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ശരിയായിട്ടുള്ള ക്രമീകരണം എ ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ക്രമീകരണം. അതായത് ഖാരിഫ് വിളകളാണ് നെല്ല്, ചോളം ഉള്ളത് എന്നിവ. റാബി ഗോതമ്പ്, ബാർലി, സെയ്ത്, തണ്ണിമത്തൻ, പച്ചക്കറികൾ. ഓക്കെ. ഇനി ISROയുടെ ആദിത്യ L1 ദൗത്യത്തിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏതെല്ലാം കേട്ടോ. ആദിത്യ L1നെ കുറിച്ച് ഉള്ള പ്രസ്താവനകളാണ് ഇതിൽ തെറ്റായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ സി ആണ്. അതായത് 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ശരിയായ പ്രസ്താവനകൾ നോക്കാം. ഇത് സൂര്യനെ കുറിച്ച് പഠിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ദൗത്യമാണെന്നുള്ളത് ശരിയാണ്. 2023 സെപ്റ്റംബർ 2 PSLV C-57 ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത്. രണ്ടും ശരിയാട്ടോ. എന്താണ് 3ാമത്തെ പ്രസ്താവന തെറ്റാവാനുള്ള കാരണം? ഈ ഒരു ആദിത്യ ഉപഗ്രഹം സ്ഥാപിച്ചിട്ടുള്ളത് സൂര്യന്റെ അടുത്തുള്ള L4 പോയിന്റിലല്ല, എവിടെയാണ്? L1 പോയിന്റിലാണ് കേട്ടോ. L1 ലാഗ്രാഞ്ച് പോയിന്റിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. ഏകദേശം ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഏതാണ് പറഞ്ഞിട്ടുള്ളത്? 12ാമത്തത് ഓപ്ഷൻ സി 3 മാത്രം എന്നുള്ളതാണ് തെറ്റിട്ടോ. നെക്സ്റ്റ്, ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആരാണ്? ഇതിൽ ഹരിത വിപ്ലവവുമായിട്ട് ബന്ധമില്ലാത്തത് ആരാണെന്നാണ്. ഓക്കെ, ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഡോക്ടർ ഗ്രീൻ ഡാൾട്ടൺ ആണ്. ഗ്രീൻ ഡാൾട്ടൺ. ഇവിടെ ഓപ്ഷനില് നോർമൻ ബോർലോഗ് ആരാ? ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ. ഡോക്ടർ MS സ്വാമിനാഥൻ നമുക്കറിയാം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. അതുപോലെ വില്യം ഗൗഡോ, ഹരിത വിപ്ലവം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം ഗൗഡാണ് കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ ഡോക്ടർ ഗ്രീൻ ഡാൾട്ടൺ ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഭാരതത്തിൽ 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണെന്നാണ്. ഭാരതത്തിൽ 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ്. ധനകാര്യ മന്ത്രാലയം കേട്ടോ. ധനകാര്യ മന്ത്രാലയമാണ്. ഓക്കെ. ബാക്കി നോട്ടുകളൊക്കെ പുറത്തിറക്കുന്നത് നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. എന്നാൽ 1 രൂപ നോട്ട് മാത്രം പുറത്തിറക്കുന്നത് ആരാണ്? ധനകാര്യ മന്ത്രാലയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായത് ഏതെന്നാണ് കേട്ടോ. ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചത്. ഇവിടെ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ആണ്. അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു, രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദരിദ്ര കർഷകർ, ധനിക കർഷകർ എന്നിങ്ങനെയുള്ള അന്തരം ഇല്ലാതായി. ഈ ഒരു പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് കേട്ടോ. നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണെന്നാണ്. ഓക്കെ, ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡൽഹിയാണ് നീതി ആയോഗിന്റെ ആസ്ഥാനം. നെക്സ്റ്റ്, അമൃതകാലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. കേന്ദ്ര ബജറ്റ് 2023-24 ആയിട്ട് ബന്ധപ്പെട്ടാണ്. എന്താണ് ഈ അമൃതകാലം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 75ാം വാർഷികം മുതൽ 100ാം വാർഷികം വരെയുള്ള 25 വർഷത്തെ കാലയളവിനെയാണ് കേന്ദ്ര ഗവൺമെന്റ് അമൃതകാലം എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് ഈ ഒരു കാലയളവിലെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ ഈ ഒരു ബജറ്റുമായിട്ടുള്ള ബന്ധം എന്താണ്? കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2023-2024 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതിന് അമൃതകാലത്തെ ആദ്യ ബജറ്റ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ടെസ്ല താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി വൈദ്യുത കാർ നിർമ്മാണം ട്ടോ. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ്? ശരിയല്ലാത്തത്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ട്ടോ. ഇവിടെ ഓപ്ഷൻ സി ആണ്, രണ്ടും മൂന്നും മാത്രം എന്നാണ്. രണ്ടും മൂന്നും മാത്രമാണ് ശരിയല്ലാത്തത്. ഇനി ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 1928 മോത്തിലാൽ നെഹ്റുവും മറ്റ് 8 കോൺഗ്രസ് നേതാക്കളും ഇന്ത്യക്കായി ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകി. നെക്സ്റ്റ് എന്താണ്? നാലാമത്തത്, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ മീറ്റിംഗ് 1946 ഡിസംബറിൽ നടന്നു. ഇത് രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ട്ടോ. രണ്ടാമത്തേൽ എന്താ തെറ്റുള്ളത്? ഇന്ത്യൻ ഭരണഘടന എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതി വിദേശ രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്നും ആശയങ്ങൾ കടമെടുക്കുകയും അത് അതേപടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത് ട്ടോ. ഓക്കെ, എന്നാലും എന്താണ്, വിദേശ രാജ്യങ്ങളിൽ നിന്നും പല നല്ല ആശയങ്ങളും കടമെടുത്തിട്ടുണ്ടെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അതേപടി ഉൾപ്പെടുത്തുകയല്ല ചെയ്തത്. ഇന്ത്യയുടെ പശ്ചാത്തലത്തിനും ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ രീതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ട്ടോ. ഇനി മൂന്നാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റുള്ളത്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി 26 ജനുവരി 1980 ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചു എന്നാണ് പറയുന്നത്. ഈ പ്രസ്താവന തെറ്റാണ്. 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഈ ഒരു ഭരണഘടനയെ അംഗീകരിച്ചിട്ടുള്ളത് ട്ടോ. ഏതാണ് ഡേറ്റ്? 1949 നവംബർ 26. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓക്കെ, റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇന്ത്യയുടെ രാഷ്ട്രതലവൻ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും എന്നാണ് ട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഈ ക്വസ്റ്റ്യൻ ഒക്കെ നോട്ട് ചെയ്യട്ടോ. ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഡൗട്ട് അടിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. എന്താണ് ശരിക്കുള്ള ആൻസർ എന്നുള്ളത് വ്യക്തമായിട്ട് നോക്കി വെക്കാം. നെക്സ്റ്റ് 21ാമത്തെ ക്വസ്റ്റ്യൻ, 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന്റെ ഇന്ത്യക്കാരി അല്ലാത്ത ഭാര്യയ്ക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാനുള്ള രീതിയുടെ പേര് എന്താണ്? ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് വേണം ആൻസറിലേക്ക് പോകാൻ. ഇവിടെ ഓപ്ഷൻ സി രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 22ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം 20 ഉൾപ്പെടാത്ത വസ്തുത ഇവയിൽ ഏതാണെന്നാണ്? ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉൾപ്പെടാത്തത്. ബാക്കിയൊക്കെ എന്താണ്? നിയമലംഘനത്തിനല്ലാതെ ഒരാളെയും ശിക്ഷിക്കരുത്, നിയമത്തിൽ പറയുന്നതിനേക്കാൾ വലിയ ശിക്ഷ നൽകരുത്, ഒരു നിയമലംഘനത്തിന് ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കരുത്. ഇത് മൂന്നും ഇതിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? ഇതിൽ തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? ഇവിടെ ഓപ്ഷൻ ബി ആണ്, ഒന്ന് മാത്രമാണ് കേട്ടോ തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശം അല്ലാതാക്കി തീർത്തു. അതുപോലെ പിന്നെന്താണ്? 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. 42-ാം ഭരണഘടനാ ഭേദഗതി ചെറു ഭരണഘടന എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. തെറ്റായിട്ടുള്ളത് ഒന്നാണ്, ലോകസഭയുടെ കാലാവധി 6 വർഷത്തിൽ നിന്ന് 5 വർഷമാക്കി മാറ്റിയത് 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണെന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, എന്താണ്? ലോകസഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും ഒക്കെ കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കി വർദ്ധിപ്പിച്ചത് 1976-ലെ 42-ാം ഭേദഗതിയിലൂടെയാണ് കേട്ടോ. അപ്പൊ 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കി, 6 വർഷത്തിൽ നിന്നും 5 വർഷം അവിടെ കൊടുത്തത് ഇത് തിരിച്ചാണ്. 42-ാം ഭേദഗതിയാണ്. എന്നാണ്? 1976-ലാണ് 42-ാം ഭേദഗതി നടക്കുന്നത്. ഓക്കെ, ഈ ബാക്കിയുള്ള 3 പ്രസ്താവനകളും ഈ ഒരു ഭേദഗതിയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് കേട്ടോ. നെക്സ്റ്റ് 24-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? അപ്പൊ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചത്. ഇവിടെ ഓപ്ഷൻ സി ആണ്, അതായത് 2ഉം 3ഉം മാത്രം എന്നാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 10 മൗലിക കടമകളാണുള്ളത് എന്നുള്ളതും, അതുപോലെ എന്താണ്, മൗലിക കടമകളിൽ തുല്യമായ ജോലിക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യവേതനം ഉറപ്പു നൽകുന്നു എന്നുള്ളതാണ് തെറ്റായ വസ്തുതകൾ. അപ്പൊ ഏതൊക്കെ ശരിയായിട്ടുള്ള പ്രസ്താവനകള്? ഏതൊക്കെയാണ്? മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിലെ ഭരണഘടനയിൽ നിന്നും മാതൃകയാക്കി സ്വീകരിച്ചതാണെന്നുള്ളത് ശരിയാണ്. മൗലിക കടമകൾ അനുച്ഛേദം 51A ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതും ശരിയാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനയാണ് തെറ്റ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 10 മൗലിക കടമകളാണുള്ളത് എന്നുള്ളത് തെറ്റാണ് കേട്ടോ. 11 മൗലിക കടമകളാണ് ഇപ്പൊ ഉള്ളത്. ഓക്കെ, 10 ആയിരുന്നു ആദ്യം, ഇപ്പോ എന്താണ്? ഇപ്പൊ 11 മൗലിക കടമകളുണ്ട്. ഓക്കെ,
ഇത് 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 11 മാറ്റിയത് ട്ടോ. ഇനി എന്താണ് ഇവിടെ തെറ്റായിട്ട് തന്നത്? മൗലിക കടമകളിൽ തുല്യമായ ജോലിക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യവേതനം ഉറപ്പു നൽകുന്നു എന്നുള്ളതും തെറ്റാണ് ട്ടോ. തുല്യമായ ജോലിക്ക് തുല്യവേതനം എന്നത് ഭരണഘടനയിലെ മൗലിക കടമകളിൽ ഉൾപ്പെടുന്നത് ഒന്നല്ല ട്ടോ. അത് ഭരണഘടനയുടെ ഭാഗം 4 ഉൾപ്പെടുത്തിയിരിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിലാണ് ഇവയെ പറ്റി പറയുന്നത്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകളിൽ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതെല്ലാമാണെന്നാണ്. ഇതിൽ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ള വസ്തുതകൾ? ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ട്ടോ. അതായത് 2ഉം 4ഉം എന്നാണ്. 2ഉം 4ഉം മാത്രം എന്നാണ് ശരിയായിട്ടുള്ളത്. അതായത് 1984 തുങ്കൻ കമ്മിറ്റി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തു എന്നുള്ളതും പഞ്ചായത്തുകൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റുകളാണെന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു 7 ഇവിടെ വരേണ്ട ആവശ്യമില്ല. ഇത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. അതുകൊണ്ട് തന്നെ ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്. പ്രൊവിഷണൽ ആൻസർ കെയിൽ ഏതാണ് ഈ ഒരു ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2023 19 കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകളിലെ 42 കേന്ദ്ര നിയമനങ്ങളിലെ 183 വകുപ്പുകൾ ഭേദഗതി വരുത്തി ചെറിയ തരത്തിലുള്ള ചട്ടലംഘനങ്ങൾക്കുള്ള ശിക്ഷ കുറയ്ക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ബില്ല് അറിയപ്പെടുന്നത് ഏതാണെന്നാണ്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ഡി ആണ്, ജൻ വിശ്വാസ് ബില്ലാണ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കണേ, വായിച്ച് മനസ്സിലാക്കണം. നെക്സ്റ്റ്, ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യസഭയുടെയും ലോകസഭയുടെയും സംയുക്ത സമ്മേളനത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വിവരങ്ങൾ ഏത്? ഇവിടെ ഓപ്ഷൻ സി ആണ്, അതായത് 2, 3, 4 മാത്രം എന്നാണ്. പാർലമെന്റ് സംയുക്ത സമ്മേളനത്തിലൂടെ സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവന്നത്. പിന്നെന്താണ്? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ ബില്ല് പാസ്സാവാൻ പ്രത്യേക ഭൂരിപക്ഷം വേണ്ട. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ഇതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളെ. നെക്സ്റ്റ്, കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ്. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. മിത്ര 181 എന്ന ഹെൽപ്പ് ലൈൻ പദ്ധതി സ്ത്രീ സുരക്ഷ ഒരുക്കുന്നു. യാത്ര ചെയ്യുന്ന വനിതകൾക്ക് താമസ സൗകര്യം ഒരുക്കുന്ന വനിതാ മിത്രം കേന്ദ്രം ഒരുക്കിയിരിക്കുന്നു. വനിതാ മിത്ര എന്ന പേരിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് നൈപുണ്യ വികസന കേന്ദ്ര സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഇതൊക്കെ ശരിയായിട്ടുള്ളതാണ്. നെക്സ്റ്റ്, കേരളത്തിലെ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ട്ടോ. ഇതിൽ ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്, 2, 4 എന്നാണ് ട്ടോ. തണ്ണീർത്തടം എന്നതിൽ മനുഷ്യനിർമ്മിത ജലസേചന പദ്ധതികൾ ഉൾപ്പെടുന്നു. തണ്ണീർത്തടം എന്നതിൽ മനുഷ്യനിർമ്മിത കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടുന്നു. ഈ രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ്, ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ഗോത്ര ജനതയ്ക്ക് 100 തൊഴിൽ ദിനങ്ങൾ പുറമെ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റിന്റെ പദ്ധതിയുടെ പേരെന്താന്നാണ് ട്ടോ. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ബി ആണ്, കേരള ട്രൈബൽ പ്ലസ് ആണ്, ഗോത്ര വിഭാഗങ്ങൾക്കാണ്. നെക്സ്റ്റ്, സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കാൻ കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഏതാണ്? ഓപ്ഷൻ ബി കൂട്ടാണ്. നെക്സ്റ്റ്, അണുബാധയോട് ആദ്യം പ്രതികരിക്കുന്ന ആന്റിബോഡി ഏതാണെന്നാണ് ട്ടോ. അണുബാധയോട് ആദ്യം പ്രതികരിക്കുന്ന ആന്റിബോഡി ഏതാണ്? ഓപ്ഷൻ ബി IgM ആണ്. നെക്സ്റ്റ്, ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇവിടെ ജൈവവൈവിധ്യം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് കയറുന്നു. ഓപ്ഷൻ എ ആണ് ട്ടോ. നെക്സ്റ്റ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്തിനെ സൂചിപ്പിക്കുന്നു? എന്താണ്? ഓപ്ഷൻ എ, സന്ധികളിലെ കാർട്ടിലേജ് നശിക്കലാണ്. ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒനോതെറ ലാമാർക്കിയാന എന്ന സസ്യം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ സി, മ്യൂട്ടേഷൻ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടാണ്.
എന്താണ് മ്യൂട്ടേഷൻ തിയറി? പ്രശസ്ത ഡച്ച് ശാസ്ത്രജ്ഞനായ ഹ്യൂഗോ ഡി വ്രീസ് ആണ് കേട്ടോ 1901 ആരാണ്? ഹ്യൂഗോ ഡി വ്രീസ് ആണ് ഈ ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് കേട്ടോ. എന്താണ് സിദ്ധാന്തം? ജീവികളുടെ ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതായ വലിയ മാറ്റങ്ങളെയാണ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ജീവപരിണാമത്തിന് ഇതും ഒരു കാരണമാകുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സസ്യത്തെ അദ്ദേഹം നിരീക്ഷിച്ചതിലൂടെയാണ് ഈ ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 36ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യം അഥവാ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആയുഷ്മാൻ ഭാരത് PMJAY ട്ടോ. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അംഗീകൃത സാമൂഹികാരോഗ്യ പ്രവർത്തകരായ ആശ എന്നതിന്റെ പൂർണ്ണ രൂപം ഏതാണ്? ആശാ വർക്കർ അല്ലെ, അവർ ആശ എന്നതിന്റെ പൂർണ്ണ രൂപം ഏതാണ്? ഓപ്ഷൻ സി ആണ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. താഴെ പറയുന്നവയിൽ മർദ്ദത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതെന്നാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ബാക്കിയൊക്കെ മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ്. നെക്സ്റ്റ്, അൾട്രാവയലറ്റ് രശ്മികൾക്ക് ഇൻഫ്രാറെഡ് വികിരണങ്ങളെക്കാൾ കൂടുതൽ ഊർജ്ജമുണ്ട്. എക്സ്റേക്ക് ഗാമ വികിരണങ്ങളെക്കാൾ തരംഗദൈർഘ്യം കൂടുതലാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾക്ക് യോജിച്ചത് കണ്ടെത്തുക എന്നാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം ശരിയാണെന്നാണ് കേട്ടോ. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. നെക്സ്റ്റ്, ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഊർജ്ജം 200 കിലോ വാട്ട് അവർ ആണെങ്കിൽ ആകെ ഊർജ്ജത്തിന്റെ അളവ് ജൂളിൽ എത്ര എന്നാണ്. അപ്പൊ ജൂളിലേക്ക് മാറ്റുമ്പോൾ എത്രയാണ്? ആകെ ഊർജ്ജത്തിന്റെ അളവ് എത്രയാണ്? ഓപ്ഷൻ എ ആണ് 72 × 10⁷ ജൂൾ ആണ്. നെക്സ്റ്റ്, 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഏത് സംഘടനയാണ്? 2024ത്താണ് ചോദിച്ചു കേട്ടോ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഏത് സംഘടനയാണ്? ഓപ്ഷൻ ബി നിഹോൺ ഹിഡാങ്ക്യു ആണ് കേട്ടോ. നെക്സ്റ്റ്, 1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ മോളുകളുടെ എണ്ണം? ഓപ്ഷൻ സി മൊളാരിറ്റി ആണ്. നെക്സ്റ്റ്, ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടുന്നു. ഇത് ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ഏതാണ്? നമുക്കറിയാം ബോയിൽ നിയമമാണല്ലേ. നെക്സ്റ്റ്, പാലിനാണോ തൈരിനാണോ pH മൂല്യം കൂടുതലുള്ളത്? പാലിനാണോ തൈരിനാണോ pH മൂല്യം കൂടുതലുള്ളത്? ഏതാണ് ഓപ്ഷൻ? പാലിനാണ് pH മൂല്യം കൂടുതലുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം അസിഡിറ്റി, ആസിഡിന് എത്ര ആയിരിക്കും pH മൂല്യം? കുറവാണ് വരിക. ആൽക്കലൈന് pH മൂല്യം കൂടുതലാണുള്ളത്. അപ്പൊ പാലിന് എന്താണ്? തൈരാകുമ്പോഴേക്കും അതിൽ അസിഡിറ്റി കൂടും. അപ്പൊ എന്ത് ചെയ്യും? pH മൂല്യം കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ പാലിനാണ് pH മൂല്യം കൂടുതലുള്ളത്. നെക്സ്റ്റ്, ഗ്രാഫീൻ എന്താണ്? 45, ഗ്രാഫീൻ എന്താണ്? ഓപ്ഷൻ ഡി കാർബണിന്റെ ഒരു അലോട്രോപ്പ് ആണ്. നെക്സ്റ്റ്, ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് എവിടെയാണ് നടന്നത്? ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് എവിടെയാണ് നടന്നത്? എവിടെയാണ്? ഓപ്ഷൻ എ 1925 ഇംഗ്ലണ്ടിൽ വെച്ചായിരുന്നു. താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ്? ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. അപ്പൊ എല്ലാ പ്രസ്താവനകളും നോക്കാം. മോഹിനിയാട്ടം കേരളത്തിന്റെ തനത് ലാസ്യ നൃത്ത കലാരൂപമാണ്, ശരിയാണ്. ഭാരതി ശിവജി മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട കലാകാരിയാണ്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കേരളത്തിലെ പ്രശസ്തയായ മോഹിനിയാട്ട നർത്തകിയായിരുന്നു. മോഹിനിയാട്ടത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. അപ്പൊ 4 പ്രസ്താവനകളും നോക്കണേ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏതാണ് ആദ്യം സംഭവിച്ചത്? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് പഴശ്ശികലാപമാണ് കേട്ടോ. പഴശ്ശികലാപം. പഴശ്ശികലാപം 1793 മുതൽ 1805 വരെയാണ് കേട്ടോ. 1805 വരെയാണ് പഴശ്ശികലാപം. പിന്നെ കുറിച്യലകള നമുക്കറിയാം. കുറിച്യലകള 1812ലാണ്. പിന്നെ വൈക്കം സത്യാഗ്രഹം 1924ലാണ്. 24, 25ലാണ് കേട്ടോ. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം 1936ലും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ശരിയായത് കണ്ടെത്തുക. ഇവിടെ ശരിയായത് കണ്ടെത്താനാണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1ഉം 2ഉം മാത്രം എന്നാണ്. 2025 ONV പുരസ്കാരം കവിയൻ പ്രഭാവർമ്മക്ക് ലഭിച്ചു എന്നുള്ളത് ശരിയാണ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ് ആണെന്നുള്ളതും ശരിയാട്ടോ. 3ഉം 4ഉം തെറ്റാണ്. നോക്കാം.
ഇവിടെ മൂന്നാമത്തെ പ്രസ്താവനയിലും നാലാമത്തെ പ്രസ്താവനയിലും എന്താ തെറ്റുള്ളത്? 2024 മാതൃഭൂമി ലിറ്റററി അവാർഡ് KR മീരയ്ക്കാണ് ലഭിച്ചതെന്നുള്ളതാണ് മൂന്നാമത്തേൽ ട്ടോ. എന്നാൽ KR മീരക്കല്ല, നമുക്കറിയാം സാറാ ജോസഫിനാണ് 2024 മാതൃഭൂമി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. സാറാ ജോസഫാണ്. അതുപോലെ പിന്നെന്താണ് നാലാമത്തത് 2024 വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പിയാണെന്നാണ് ട്ടോ. അപ്പൊ 2024 ശ്രീകുമാരൻ തമ്പിയല്ല, അശോകൻ ചെരുവിലിനാണ് ലഭിച്ചിട്ടുള്ളത്. ശ്രീകുമാരൻ തമ്പിക്ക് 2023 കിട്ടിയിട്ടുള്ളത്. 2024 അശോകൻ ചെരുവിൽ. നെക്സ്റ്റ് 50-ാമത്തെ ക്വസ്റ്റ്യൻ, കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയ പഞ്ചായത്ത് ഏതെന്നാണ് ട്ടോ. ആദ്യമായി നേടിയ പഞ്ചായത്ത് ഏതാണ്? ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ്, വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്താണ്. പിന്നെ 10 ക്വസ്റ്റ്യൻസ് മാത്സ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. മാത്സിന് സെപ്പറേറ്റ് ആയിട്ട് ഞാനിവിടെ ക്ലാസ് ചെയ്യുന്നതാണ് കേട്ടോ. മാത്സ് ക്വസ്റ്റ്യൻസ് 10th പ്രിലിംസിന് വേണ്ടിയിട്ട് 10th പ്രിലിംസ്, അതായത് 10th പ്രിലിംസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മേലെ മാത്സ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന ഒരു ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ നോക്കാം. ഓക്കെ, ഇനി 61 മുതൽ 80 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു സിലബസിന് വരുന്നതാണ് ട്ടോ. അതായത് ഫയർ ആൻഡ് റെസ്ക്യൂ, വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എക്സാം ആയിരുന്നു. അപ്പൊ ആ ഒരു സിലബസിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ടോ. 80 വരെയുള്ളത് സിലബസിന് വരുന്നതാണ്. ഇനി 81 മുതൽ 10 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിന് വരുന്നതാണ് ട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. എന്താണ്? He apologized for arriving late. The word late in the above sentence is, late എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസ് ഇവിടെ ഈ ഒരു സെന്റൻസിൽ എന്താണ്? ഓപ്ഷൻ എ അഡ്വേർബ് ആണ് ട്ടോ. അഡ്വേർബ് ആണ്. നെക്സ്റ്റ് 20% ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് കംപ്ലീറ്റഡ് ദ അസൈൻമെന്റ് ഓൺ ദ ടൈം. ഇവിടെ ഏതാണ് വരേണ്ടത്? ഹാവ് വരണം ട്ടോ. ഹാവ് കംപ്ലീറ്റഡ് ദ അസൈൻമെന്റ് ഓൺ ടൈം. നെക്സ്റ്റ്, വി നീഡ് ഡാഷ് ഷുഗർ ടു ബേക്ക് ദ കേക്ക്. ഓക്കെ, ഇവിടെ ഏതാണ് ആർട്ടിക്കിൾ വരേണ്ടത്? ഓപ്ഷൻ ഡി നോ ആർട്ടിക്കിൾ ആണ് ട്ടോ. ഇവിടെ ആർട്ടിക്കിൾ ഒന്നും വരണ്ട. നെക്സ്റ്റ്, ബൈ ദ ടൈം ദ ഗസ്റ്റ് അറൈവ് വി ഡാഷ് ദ ഹാൾ. ഓപ്ഷൻ ബി വിൽ ഹാവ് ഡെക്കറേറ്റഡ് എന്നാണ് ട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, he has been living in the Delhi dash 2015. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്, സിൻസ് വരണം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് പ്ലൂറൽ ഓഫ് ദ അപ്പൻഡിക്സ് വെൻ റെഫറിംഗ് ടു ടെക്സ്റ്റ്. ഏതാണ് പ്ലൂറൽ വെർബ്? പ്ലൂറൽ ഫോം ഏതാണ് ഇതിന്റെ? ഓപ്ഷൻ എ അപ്പൻഡിസസ് എന്നാണോ. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് കമ്പൗണ്ട് വേർഡ്. ഇതിലേതാണ് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്? ഓപ്ഷൻ സി ആണ്, സ്നോഫാൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേർഡ് ക്ലോസസ്റ്റ് ഇൻ ദ മീനിങ് ഓഫ് അബ്രിഡ്ജ് ഈസ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കണ്ടൻസ്. നെക്സ്റ്റ്, വാട്ട് ഡസ് സോ മോട്ടോ മീൻ? എന്താണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്, ഓൺ ഇറ്റ്സ് ഓൺ മോഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇഡിയം ജമ്പ് ഓൺ ദ ബാൻഡ്വാഗൺ മീൻസ്. ഓപ്ഷൻ സി, ടു ജോയിൻ അതർ ഇൻ ഡൂയിങ് സംതിങ് പോപ്പുലർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. 10 ക്വസ്റ്റ്യൻസും നോക്കാം. ജനം എന്ന് എഴുതി ജനം എന്ന് ഉച്ചരിക്കുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ഔദാസീന്യ ന്യായാണ് കേട്ടോ ഇവിടെ വരുന്നത്. നെക്സ്റ്റ്, ഡ്രൈവറുടെ അശ്രദ്ധ മൂലം തീവണ്ടി മറിഞ്ഞു. ഈ വാക്യത്തിലെ വിഭക്തി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സമാസ വിഭക്തി. നെക്സ്റ്റ്, സന്ദർഭാനുസരണം വേണ്ടത് ആലോചിച്ച് പ്രവർത്തിക്കാൻ മനസാന്നിധ്യവും പ്രാഗൽഭ്യവും ഉള്ളവെന്നുള്ള ഒറ്റ പദം ഏതാണ്? ഓപ്ഷൻ എ പ്രത്യുൽപ്പന്നമതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാഹ്യമായ കരുത്തുറ്റതെന്ന പ്രതീതി ജനിപ്പിക്കുന്നതും എന്നാൽ നിരുപദ്രവകാരിയുമാണെന്ന് സൂചിപ്പിക്കുന്ന ശൈലി ഏതാണ്? ഓപ്ഷൻ ഡി കടലാസുപുലി. നെക്സ്റ്റ്, അവളുടെ പേന കളഞ്ഞുപോയി. ഈ വാക്യത്തിലെ പോയി എന്ന പ്രയോഗത്തിന്റെ പ്രത്യേകത എന്ത്? എന്താണ്? ഓപ്ഷൻ ബി ആണ്, അനുപ്രയോഗമാണ്. നെക്സ്റ്റ്, സഖാവ് എന്നതിന്റെ സ്ത്രീലിംഗം ഏതാണ്? സഖ്യാണ് ട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഹികം എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ എ പാരത്രികം. നെക്സ്റ്റ്, ശരിയായ പദം ഏത്? ഇതിൽ ശരിയായിട്ടുള്ള പദം ഏത്? ഓപ്ഷൻ ബി ആണ്, അഭ്യസ്ത വിദ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശൗരി ശൂരസേനന്റെ വംശത്തിൽ ജനിച്ചവൻ. സമാസം ഏത്? ഇതിലേതാണ്? ഓപ്ഷൻ ഡി ബഹുവ്രീഹിയാണ് ട്ടോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്രതു എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? അക്രതു എന്ന പദത്തിന്റെ അർത്ഥം ബുദ്ധിയില്ലാത്ത. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.